ഈ കൂട്ടത്തിലില്ലേ? ഇല്ല സർ. കർണാര, പാർവതി എവിടെ? അവിടെ നിന്നും ജോലിക്ക് വന്നിട്ടില്ല സാർ. പാർവതി ജോലിക്ക് വന്നിട്ടുണ്ടല്ലോ. അയാൾ എന്തിനാ പിന്നെ കള്ളം പറഞ്ഞത്? അതാ ഞാനും ആലോചിക്കുന്നേ. ജയന്തിജി, ഇയാള് തന്നെയല്ലേ അവളെ വണ്ടിയിൽ ലോഡ് കയറ്റാൻ പറഞ്ഞയച്ചത്? എന്നിട്ടിപ്പോ അവളൊന്ന് വന്നിട്ടില്ലെന്നോ? അതിന് നിനക്കെന്താ? ഒന്ന് മിണ്ടായിരിക്കും. മുക്ത, അവളെ എനിക്കൊന്ന് കാണണമെന്ന് ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതല്ലേ? നീ അത് അവളോട് പറഞ്ഞില്ലേ? ഞാൻ പിന്നെ അവളെ കണ്ടിട്ടില്ല അങ്കിൾ. അന്വേഷിച്ചപ്പോ അവള് ഹോസ്പിറ്റലിലാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഹോസ്പിറ്റലിലോ? ആ, ഇന്നലെ അങ്ങനെയൊക്കെ നടന്നതുകൊണ്ട് അവൾ അല്പം ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ടെൻഷൻ കൊണ്ടായിരിക്കും. നല്ല പനിയുണ്ടത്രേ. അവളെ പിന്നെ എപ്പോഴെങ്കിലും കാണാലോ. നിങ്ങൾക്ക് ഇവിടെ വരെ സമയമില്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് വിളിപ്പിക്കാം. കൈലാസിന്റെ കാര്യം അറിയിക്കാനല്ലേ നമ്മളിപ്പോ ഇവിടെ വന്നേ. അത് ചെയ്യേ. ആ ശരി. നിങ്ങളോട് എല്ലാവരോടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ ഞാനിവിടെ വന്നത്. ഇതെന്റെ മോൻ കൈലാസ്. ബിസിനസ് മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന്. ഇനി മുതൽ ഇവിടുത്തെ ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നത് ഇവനായിരിക്കും. ഇത്രയും കാലം നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹവും സപ്പോർട്ടും ഇനി മുതൽ നിങ്ങൾ ഇവന് കൊടുക്കണം. കൺഗ്രാറ്റുലേഷൻ സർ. കൈലാസ്, be friendly. Shake your hands. No, I am not comfortable with all this.